Good morning. Good morning. And good evening. How are you everybody? Good evening. How are you everyone? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കും. I believe all of you are doing well. നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. The Lord is going to do some new things in our lives. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായി തോന്നുന്ന ചില കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തീർക്കാൻ പോകും. If there are certain things that seem to be impossible in your life, God is going to make it possible. 84-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ Psalms 84 verse 6 says, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റും. when we walk through the valley of tears, that will become a river. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി മാറും. The four rains will make it a blessing. കണ്ണുനീർ താഴ്വരയിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുന്ന ചില സബ്ജക്റ്റുകൾ, Some subject in your life where you're going through the valley of tears in your life, ദൈവം അത് അനുഗ്രഹപൂർണമാക്കി മാറ്റും. God is going to make it a blessing. നിങ്ങൾ ഇപ്പോൾ പോകുന്ന ചില കണ്ണുനീർ താഴ്വരയുണ്ട്, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തോർത്ത് വിതുമ്പുന്ന ചില വിഷയങ്ങളുണ്ട്, അതിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകും. There are certain things in your life where you are getting drowned in the tears and you are worried about those things, but God is going to do some miracles in these days. നിങ്ങളുടെ പ്രശ്നങ്ങളല്ല വലുത്, യേശുവാണ് വലുത്. Your problems are not big. What is big is Jesus. നിങ്ങളുടെ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റും. He is going to wipe your tears away. നിങ്ങളുടെ ബ്രോക്കൺനെസ് അവൻ മാറ്റുന്നു. He is going to heal your brokenness. നിങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ അവൻ തുറക്കുന്നു. The closed doors in your life is going to open. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ സങ്കടം നിറഞ്ഞ വഴി, ആ കരച്ചിൽ നിറഞ്ഞ വഴി, അത് മുഴുവൻ കർത്താവ് തന്റെ കൈകൊണ്ട് ആ കണ്ണുനീർ ഒപ്പിക്കളയാൻ പോകും. The path that you are walking now, which is filled with tears, the Lord is going to heal it and correct it and course correct it. നിങ്ങളുടെ കണ്ണുനീരിന്റെ വാലി, കണ്ണുനീർ താഴ്വര അനുഗ്രഹമാക്കി, സന്തോഷമാക്കി, സമാധാനമുള്ളതാക്കി ദൈവം മാറ്റും. The Lord is going to change the valley of tears into a place of blessing in your life. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി മാറും. He is going to bless with four rains in your life. നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റുന്ന ഒരു വലിയ മഴ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അയക്കാൻ പോവുകയാണ്. The Lord is going to send a blessing which is going to remove the tears away. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ നിങ്ങൾ അടുക്കുക. You need to come closer to the Lord Jesus Christ because He is going to answer all your prayers and He is going to heal your tears. ഇനി അധിക സമയങ്ങൾ നമ്മുടെ മുൻപിലില്ല. There's not much time left in front of us. നമ്മുടെ കർത്താവ് വരാറായി. The Lord's coming is very near. അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു He is going to wipe your tears away. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ, regarding to your generation, നിങ്ങളുടെ ഫാമിലി വിഷയത്തിൽ, regards to your family, നിങ്ങളുടെ ബിസിനസ് with വിഷയത്തിൽ, regards to your business, നിങ്ങളുടെ സ്റ്റഡീസ് വിഷയത്തിൽ, regarding your studies, നിങ്ങളുടെ എല്ലാ മേഖലകളിലും your every realm. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കും. God is going to spread His hands towards that. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി മാറും. Even when you walk through the valley of tears, God is going to shower His rains on it and turn it into a place of blessing in your life. നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീര് മാറ്റി അനുഗ്രഹം പൂർണ്ണതയുള്ളതായി ദൈവം അതിനെ മാറ്റും. The Lord is going to remove the season of tears and He'll make it into a season of blessing in your life. കർത്താവേ, ജനത്തെ ബ്ലസ് ചെയ്യണം. Lord, we bless these people. ഇപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയണമേ. You may heal and remove all the tears from their eyes. ആമേൻ. എല്ലാ പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹപൂർണ്ണമുള്ളതാക്കി മാറ്റണമേ. You may remove all the challenges and struggles in your life and bless them, O Lord. ഈ ജനത്തെ അനുഗ്രഹിക്കും. You may bless these people, O Lord. യേശുവിൻ നാമത്തിൽ. In the name of Jesus. Amen. Amen. God bless you. I love you. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.